മോഹൻലാലിന്റെ ചിത്രം സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം പറയുന്ന ഒരു ഹിറ്റ് ഡയലോഗുണ്ട്. എത്ര മനോഹരമായ ആചാരങ്ങൾ, ഇനിയുമുണ്ടോ ഇവിടെ ഇത്തരം ആചാരങ്ങൾ? അന്ന് നമ്മൾ ആ സിനിമയിലെ ഡയലോഗ് കേട്ട് പൊട്ടിച്ചിരിച്ചുവെങ്കിലും അതുപോലുള്ള ആചാരങ്ങൾ കണ്ട് കരഞ്ഞും നമ്മളെ തന്നെ ശപിച്ചും ജീവിതം ജീവിച്ചു തീർക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. തലസ്ഥാനം എന്ന സ്ഥാനപ്പേരുള്ളതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന നമ്മൾ ബന്ദികളാക്കപ്പെടുന്ന മധുര മനോഹര മണിക്കൂറുകളാണ് പ്രതിഷേധ മഹാമഹങ്ങൾ സമ്മാനിക്കുന്നത്. എവിടെ നിന്നെങ്കിലുമൊക്കെ ഈ കുപ്പിക്കഴുത്ത് പോലുള്ള നഗരവീഥിയിൽ വന്നിറങ്ങുന്ന പ്രതിഷേധക്കാർ ഇതാ ഇപ്പോൾ ആ കുപ്പിക്കഴുത്തിന് കോർക്കിട്ടുകൊണ്ട് ഭരിക്കുന്നവർ തന്നെ ഭരിക്കുന്നവർക്കെതിരെ നടത്തുന്ന പുതുപുത്തൻ പ്രതിഷേധം. ആരാ പ്രതിഷേധക്കാർ? നമ്മൾ തന്നെ. ആർക്കെതിരെയാ പ്രതിഷേധം? നമുക്കെതിരെ. പുതുപുത്തൻ ജനാധിപത്യത്തിന്റെ കൊഞ്ഞനം കുത്തൽ. നമ്മുടെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കഴിഞ്ഞ ദിവസം ഉഗ്രൻ ഒരു കാഴ്ച കണ്ടു. 8 വർഷമായി സംസ്ഥാനത്ത് ഭരണം കൈയാളുന്ന ഇടതുമുന്നണിയിലെ രണ്ടാമന്മാരായ CPIയുടെ സർവീസ് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ 36 മണിക്കൂർ രാപ്പകൽ സമരം. സർവീസ് സംഘടനകളുടെ പേരിലാണെന്നേ ഉള്ളൂ. സമരം നടത്തിയത് CPIക്കാർ തന്നെയായിരുന്നു. വലിയ സ്റ്റേജൊക്കെ കെട്ടി നെടുനീളത്തിൽ ചുവന്ന കസേരകൾ നിരത്തി ചുവന്ന കൊടിതോരണങ്ങളും ബാനറുകളും കൊണ്ട് അലങ്കരിച്ച് ചുവപ്പുമയമായി ഉശിരൻ സമരം. രാത്രിയിലും പകലും പ്രവർത്തകരുടെ വൻ പ്രവാഹം, പ്രതിഷേധം ആർത്തിരമ്പുന്ന അന്തരീക്ഷം. CPIയുടെ സമുന്നത നേതാക്കളെല്ലാം അണിനിരന്ന സമരം ഉദ്ഘാടനം ചെയ്തത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. സർക്കാരിനെതിരെ സഖാവ് ആഞ്ഞടിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. തീപ്പൊരി ചിതറിയ പ്രസംഗമായിരുന്നിരിക്കണം. നേരിട്ട് കേൾക്കാൻ നമുക്ക് യോഗമുണ്ടായില്ല. വലിയ മിസ്സായിപ്പോയി. പെൻഷൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു സമരം. അപ്പോൾ ഒരു ചോദ്യമുയരാം. ആരാ പെൻഷൻ സംരക്ഷിക്കാതെ അപകടത്തിലാക്കി വച്ചിരിക്കുന്നത്? അത് നമ്മൾ തന്നെ. അതിനെതിരെ സമരം നടത്തുന്നത് ആരാ? അതും നമ്മൾ തന്നെ. അതായത് നമ്മൾ തന്നെ സംരക്ഷിക്കാതെ നമ്മൾ തന്നെ അപകടത്തിലാക്കിയ നമ്മുടെ തന്നെ പെൻഷൻ നമ്മൾ തന്നെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ തന്നെ നമുക്കെതിരെ നടത്തിയ സമരമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ കണ്ടത്. അപാരം. യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അപകടത്തിലാക്കിയത് നമ്മളല്ല. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പഴയ UDF സർക്കാരായിരുന്നു. ശമ്പളവും പെൻഷനും കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ കണ്ടുപിടിച്ച കുറുക്കു വിദ്യയായിരുന്നു അത്. വരുമാനത്തിൻ്റെ 1/4 മാത്രമല്ല, ഏതാണ്ട് മുഴുവനും എടുത്താലും ശമ്പളവും പെൻഷനും തികയാത്ത അവസ്ഥ വന്നപ്പോഴായിരുന്നു ഉമ്മൻചാണ്ടി പെൻഷനിൽ കൈവയ്ക്കാമെന്ന് തീരുമാനിച്ചത്. കാലാകാലങ്ങളായി സർക്കാർ തന്നെയാണ് വിരമിച്ച ജീവനക്കാർക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അത് മാറ്റി കുറച്ച് വിഹിതം ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു നൽകാനാണ് ഉമ്മൻചാണ്ടി തീരുമാനിച്ചത്. നിലവിലുണ്ടായിരുന്ന ജീവനക്കാരുടെ കയ്യിൽ നിന്നല്ല, പുതുതായി സർവീസിൽ കയറുന്നവരുടെ കയ്യിൽ നിന്ന് പെൻഷൻ ഫണ്ടായി ചെറിയ ഒരു തുക പിടിക്കാനായിരുന്നു പരിപാടി. ഇടതുപക്ഷവും ഇടതുപക്ഷ സംഘടനകളും ആകാശം ഇടിഞ്ഞു വീണ മട്ടിലുള്ള പ്രതിഷേധമാണ് അന്നുയർത്തിയത്. ജീവനക്കാർ പൊരുതി നേടിയ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു പ്രക്ഷോഭം. പക്ഷേ പങ്കാളിത്ത പെൻഷൻ ഉമ്മൻചാണ്ടി നടപ്പാക്കുക തന്നെ ചെയ്തു. അടുത്ത് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പങ്കാളിത്ത പെൻഷൻ എടുത്ത് അറബിക്കടലിൽ കളയുമെന്ന് അന്ന് ഇടതുമുന്നണി പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്ത തിരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനം തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി തോണ്ടിയെടുത്ത് ദൂരെ എറിഞ്ഞ് പകരം
പൂർണ്ണമായും സർക്കാർ പെൻഷൻ കൊണ്ടുവരുമെന്നായിരുന്നു. ജീവനക്കാർ അത് വിശ്വസിച്ച് ഇടതു മുന്നണിക്ക് വേണ്ടി ആഞ്ഞു കുത്തുകയും ചെയ്തു. അങ്ങനെ ഇടതു സർക്കാർ അധികാരത്തിൽ വന്നു. ഒന്നല്ല, 2 വട്ടം. പക്ഷേ പങ്കാളിത്ത പെൻഷൻ അറബിക്കടലിലൊന്നും പോയില്ല. സർക്കാരിൽ തന്നെ പഴയ സ്ഥാനത്ത് ഉറച്ചു തന്നെ ഇരിപ്പുണ്ട്. പിഴുതെടുത്ത് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ നമ്മൾ തന്നെ പൂർവാധിക മുശിരോടെ അത് നടപ്പാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, പങ്കാളിത്ത പെൻഷന് വേണ്ടി ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ചില്ലറ കൂടി പോക്കറ്റിലാക്കുകയും ചെയ്യുന്നു. ഒന്നും രണ്ടുമല്ല, 8 വർഷമായി നടക്കുന്ന കലാപരിപാടിയാണ്. ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതുപോലെ പങ്കാളിത്ത പെൻഷൻ എടുത്തു കളയണം. പക്ഷേ അത് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ലല്ലോ. അതിനാലാണ് നമുക്കെതിരെ നാം തന്നെ സമരവുമായി ഇറങ്ങിയിരിക്കുന്നത്. നടക്കുന്ന കാര്യമല്ല എന്ന് അറിയാതെയല്ല, എങ്കിലും ഒരു ചന്തത്തിനെങ്കിലും ജനങ്ങളോട് എന്തെങ്കിലും പറയണ്ടേ. സമരവും ഭരണവും എന്ന സിദ്ധാന്തം ആദ്യം പ്രയോഗത്തിൽ കൊണ്ടുവന്നത് EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു. പക്ഷേ സമരം ചെയ്തിരുന്നത് കേന്ദ്രത്തിനെതിരെ ആയിരുന്നു. കേരളത്തിൽ ഭരണവും കേന്ദ്രത്തിനെതിരെ സമരവും എന്നായിരുന്നു പദ്ധതി. സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല, തൊട്ടടുത്ത AG's ഓഫീസിന് മുന്നിലോ അതുമല്ലെങ്കിൽ അപ്പുറത്ത് പുളിമൂട്ടിലെ പോസ്റ്റ് ഓഫീസിന്റെ പടിക്കലോ ഒക്കെ ആയിരുന്നു കേന്ദ്രവിരുദ്ധ പോരാട്ടം. പോസ്റ്റ് ഓഫീസിനകത്തിരുന്ന് കത്തുകളിൽ സീലടിക്കുന്ന പാവങ്ങളാണ് നമുക്ക് അരി തരാത്തതെന്ന് തോന്നും അന്നത്തെ സമരത്തിന്റെ വീറ് കാണുമ്പോൾ. ഇപ്പോഴാകട്ടെ അങ്ങനെ കേന്ദ്രത്തിനെതിരെ സമരമൊന്നും കാണാനില്ല. കേന്ദ്രം നമുക്ക് എല്ലാം വാരിക്കോരി തരുന്നത് കൊണ്ടല്ല, കാര്യമായി എല്ലാം നിഷേധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പരാതിയില്ല. ഇനി ഒന്നും തന്നില്ലെങ്കിലും പരാതി പറയാൻ കഴിയാത്ത പരുവത്തിലാണ്. അതിനാൽ നമ്മൾ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ പന്തലിട്ട് സമരം ചെയ്യുകയല്ലാതെ വേറെ എന്താണ് ചെയ്യേണ്ടത്?